ഒരുപക്ഷെ മാഡം കരുതുന്നുണ്ടാവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്ന്. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല മാഡം. സൂര്യ സാറിന്റെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കാൻ ഒരിക്കലും മാഡത്തിന് പറ്റില്ല. ഒരു കാര്യം അറിയോ, അത് ഞാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യം. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചിട്ടുമില്ല. ഈ കുടുംബത്തിൽ നിൽക്കാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. യതീന്ദ്രൻ സാർ ഒരു കാര്യം പറയുമ്പോൾ അത് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ എനിക്കും അച്ഛനോ പറ്റില്ല. അതുകൊണ്ടാ കുറച്ചു നാൾ ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒരുപാട് കാലമൊന്നുമില്ല, ഒരു 6 മാസത്തെ കരാറ്, അത്രയേ ഉള്ളൂ ഞാനും സൂര്യ സാറും തമ്മിൽ. ഇറങ്ങിപ്പോകുമ്പോ എല്ലാത്തിനും കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോവൂ. എനിക്കോ എന്റെ കുടുംബത്തിനോ പണത്തിനോടോ പദവിയോടോ ഇതുവരെ ഒരു ആഗ്രഹവും തോന്നിയിട്ടില്ല, ഇനി തോന്നുമില്ല. 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാല് പിന്നെ ഒരിക്കലും ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല. വഴിയിൽ വെച്ച് സൂര്യ സാറിനെ കണ്ട പോലും ഞാനൊരു വാക്കും മിണ്ടില്ല. ഇത് മാഡത്തിന് ഞാൻ തരുന്ന വാക്കാ. ഇങ്ങി വാ. നീ എന്തൊക്കെയാണ് നിന്ന് പെറുപുറത്തത്? പത്മ മാഡം എഴുന്നേറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ല. എനിക്കെല്ലാം മാഡത്തിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഒന്നും പറയരുതെന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, അതെന്താ നിനക്ക് അനുസരിച്ചാല്? എനിക്ക് മതിയായി മാഡം. പത്മ മാഡം പറഞ്ഞ സത്യല്ലേ? ഞാൻ ഈ കുടുംബത്തിലെ കാല് കുത്തിയത് മുതൽ നിങ്ങളെല്ലാരും തമ്മിൽ അകന്നില്ലേ? ഏത് നിമിഷവും വെല്ലുവിളിയും ബഹളവും. എന്തിനതൊക്കെ? കുടുംബത്തിനൊരു സ്വസ്ഥത വേണ്ടേ? നിങ്ങൾക്കൊന്ന് ഒന്നിച്ചിരുന്ന് സന്തോഷിക്കാൻ പറ്റണ്ടേ? അതിന് ഞാനൊരു തടസ്സം. ഞാൻ എന്തായാലും പോവും. ശരി, ആദ്യം നീ പോയി മമ്മിക്ക് ഞങ്ങൾക്ക് ഓരോ കാപ്പി എടുത്തോണ്ട് വാ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ കാപ്പി എടുത്തിട്ട് വാ. മാഡം, കാപ്പിയിൽ എന്താ ചേർക്കേണ്ടത്? അന്നത്തെ പോലെ കാന്താരിമുളക് മതിയോ? ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം. നീയായിട്ടൊന്നും തീരുമാനിക്കാൻ നിൽക്കണ്ട. ഒന്ന് നിക്ക്. നീ ഇപ്പൊ കുറച്ച് സ്മാർട്ട് ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോ ഞങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങള് പുറത്തു പറഞ്ഞു കളയാം എന്നൊരു ധാരണ നിനക്കുണ്ടാവും. അങ്ങനൊരു ധാരണ നിന്റെ തലയിൽ ഉണ്ടായാലേ നിനക്കുള്ള കാപ്പിയില് കാന്താരിമുളകായിരിക്കില്ല, അതില് വിഷമായിരിക്കും ചേർക്കാൻ പോകുന്നത്. അയ്യോ, ചെല്ല്. ഇവറ്റകളെ സ്നേഹിച്ചാലും വെറുത്താലും കുഴപ്പമാണ്. ഇനി നന്ദിനി വല്ല കുഴപ്പമുണ്ടാക്കോ? കൃത്യസമയത്ത് നമ്മൾ വന്നു. മമ്മിക്ക് എഴുന്നേറ്റ് പോവാനും തോന്നി. അല്ലെങ്കിൽ പണി പാളിയനെ. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. വാ. നന്ദിനി മോളെ, പത്മ മാഡത്തിനോട് മോൾ ഒരു കാര്യവും പറയരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്മ മാഡത്തിന്റെ ചെവിയിൽ എത്തിയിരുന്നെങ്കിൽ ഈ നിമിഷം മോളെ പടിയിറക്കി വിട്ടാനെ. അതിനാണല്ലോ രാജേട്ടൻ ഞാൻ പറയുന്നേ. എനിക്ക് ഈ ജീവിതം മടുത്തു. ഒരു അടിമയെ പോലെ എനിക്ക് ഇതിനകത്ത് കഴിയാൻ വയ്യ. എനിക്ക് എന്റെ നാട്ടിൽ പോണം, എന്റെ വീട്ടുകാരുടെ അടുത്ത് എത്തണം. അവിടെ എനിക്ക് കൈയും കാലും വീശി നടക്കണം, കുറച്ച് ശുദ്ധമായി ശ്വസിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷെ പത്മ മാഡത്തിനെ പോലെ അല്ലല്ലോ യതീന്ദ്ര സാർ. ഒരു അച്ഛനെ പോലെ മോളെ സ്നേഹിക്കുന്നില്ലേ? ആ മനുഷ്യനെ കുറിച്ച് മോൾ ആലോചിക്കണ്ടേ? പിന്നെ സൂര്യ സാർ, മോള് നോക്കിക്കോ, കുറച്ച് നാള് കഴിയുമ്പോ സൂര്യ സാർ മോളെ ആത്മാർത്ഥമായി സ്നേഹിക്കും.
ഭാര്യയായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലില്ല. എന്തിനാ വലിയൊരാളുടെ ഭാര്യ ആവാനോ? ഇവിടെയുള്ളവരൊക്കെ പറയുന്ന പോലെ ഈ സമ്പത്തിന്റെ ഉടമയാവാനോ? രാജേട്ടാ, എന്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ ചെറുതാ. ഉണ്ണാൻ എടുത്തു വെച്ചാ അതെനിക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. ഉറങ്ങാൻ കിടന്നാ എനിക്ക് ഉറങ്ങാൻ പറ്റും. അതിനെനിക്ക് എന്റെ വീട്ടിലെത്തിയാൽ മതി. എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും അനിയത്തിമാരുടെയും കൂടെ കുറച്ച് സമയം ഇരുന്നാ മതി. അതിലും വലിയ സന്തോഷം ഈ ലോകത്ത് ആരും എനിക്ക് ഉണ്ടാക്കി തരില്ല. കാശ് മനുഷ്യന് അത്യാവശ്യം, പക്ഷെ പണം മാത്രല്ലല്ലോ ജീവിതം. മോള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സങ്കടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ രാജുവേട്ടനും ഉണ്ടാവും. സ്വന്തം ആങ്ങളായിട്ട് കാണുന്നതല്ലേ എന്നെ. നിന്റെ വർത്തമാനം കേൾക്കാനും നിന്നെ കണ്ടുകൊണ്ടിരിക്കാനും ഏട്ടന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടിയാ പറയുന്നേ. സ്നേഹിക്കുന്നവരെനിക്ക് തിരിച്ചറിയാം, നന്നായിട്ട് തിരിച്ചറിയാം. പക്ഷെ പോണം രാജുവേട്ടാ. എല്ലാം പത്മ മാഡത്തിനോട് തുറന്നു പറഞ്ഞിട്ട് ഒരു ദിവസം ഞാനങ്ങ് പോകും. അതിലൊരു മാറ്റവും ഇല്ല. മമ്മി, ഞങ്ങൾ കരുതി മമ്മി വെറുതെ ഇരിക്കുകയാണെന്ന്. അത് നിങ്ങൾ വെറുതെ ഇരുന്ന് ശീലിച്ചോണ്ട് തോന്നുന്നതാ. എന്റെ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ മമ്മി, ഞാൻ പിന്നെ മമ്മിയോടൊപ്പം കമ്പനിയിൽ വരില്ലേ? അയ്യോ, നമുക്ക് കമ്പനി ഉണ്ടെന്ന് കരുതി ഇവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇഷ്ടം പോലെ പ്രൊഫഷൻസ് ഉണ്ട്. സമൂഹത്തിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷൻ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കണം. ഇത് എന്ത് എഗ്രിമെന്റാ മമ്മി? എന്താ, നീ കമ്പനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മറുനാടൻ കമ്പനിയായിട്ട് ചേർന്ന് നമ്മൾ വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എഗ്രിമെന്റാ. വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ? വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടിൽ ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തൊരു പ്രോജക്റ്റ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് കേരളത്തിലെ വലിയൊരു ബിസിനസ് ഫാമിലി ആയിട്ട് നമ്മൾ മാറും. അതിന് ഭാഗ്യമൊന്നും വേണ്ട. മമ്മി വിചാരിച്ച എന്താ നടക്കാത്തെ?